സത്യം പറഞ്ഞു കഴിഞ്ഞാലേ വല്ലാത്തൊരു പടപ്പന്നെയാണല്ലേ പടച്ചു പൊട്ടിക്കുന്നത് നമ്മള് ഗേൾസിനൊക്കെ. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും പറയില്ല കേട്ടോ. കാരണം നമ്മളിത് ബ്യൂട്ടിഫുൾ ആണ്, നമ്മളിത് സ്ട്രോങ് ആണ്. എന്റെ അടുത്തൊക്കെ എല്ലാവരും ചോദിക്കലുണ്ട്, ഈ ഭയങ്കര ബോൾഡ് ആണല്ലോ, ഭയങ്കര ഹാപ്പി ആണല്ലോ, അന്നെ പോലൊക്കെ ആയാ മതിയായിരുന്നു. പക്ഷെ ശരിക്കും അങ്ങനെയാണോ? ഒരിക്കലും അല്ല. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് അവർക്ക് അറിയോ? ഇല്ല. എന്റെ മാത്രല്ല, ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഗേൾസിൽ പലരുടെ ഉള്ളിലും അങ്ങനെ തന്നെയല്ലേ. പുറമേക്ക് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിങ്ങൾ എത്രത്തോളം പെയിന് സഹിക്കുന്നുണ്ട്, എത്രത്തോളം സിറ്റുവേഷൻസ് നിങ്ങൾ സൈലന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗേൾസിനെ സമ്മതിക്കന്നെ വേണം, നമ്മൾ അടിപൊളി തന്നെ. കാരണം എത്ര അടിപൊളിയായിട്ടാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, എത്ര അടിപൊളിയായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് നല്ലപോലെ നമ്മൾ ഡീൽ ചെയ്യണില്ലേ. ഉള്ളിൽ കരഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് നമ്മൾ ചിരിക്കണില്ലേ. ഈ പറയുന്ന ആണുങ്ങളെ കൊണ്ട് പറ്റുമോ ഇതൊക്കെ? ഇല്ല. ഇപ്പൊ ഒരു പെൺകുട്ടി വന്നിട്ട് എന്റെ അടുത്ത് ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് ആണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ? നമുക്ക് ഇതൊക്കെ അറിയാം, നമ്മൾ ഇതൊക്കെ ഫീൽ ചെയ്യണവരാണേ. ഞാനിങ്ങനെ ആലോചിക്കുക, ഇപ്പൊ എന്റെ ഗേൾ ഫ്രണ്ട്സേ അതേപോലെ തന്നെ ഞാനും അവരുടെ അടുത്ത് ഇടയ്ക്കൊക്കെ വന്നിട്ട് നീ ഓക്കെ അല്ലേ, ആ ഒരു ചോദ്യം മതി, പിന്നെ നമ്മൾ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നടക്കണത്. എത്ര മിനിറ്റിന് മിനിറ്റ് നമ്മുടെ സ്വഭാവം മാറും. മൂഡ് സിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ, അതും പോട്ടെ. ചില സമയത്തൊക്കെ എന്താണ് ഫീൽ ചെയ്യുന്നത് പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. എനിക്കൊക്കെ ശരിക്കും ഉണ്ടല്ലോ, സ്വിച്ച് ഇട്ട മാതിരി ഇങ്ങനെ സ്വഭാവം മാറും. ചിലപ്പോൾ ദേഷ്യമായിരിക്കും, 10 മിനിറ്റിൽ ഞാൻ ചിലപ്പോൾ ചിരിക്കും. അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് ആകുമ്പോൾ സങ്കടമായിരിക്കും. ഇതിപ്പോ കേൾക്കുന്നവർക്കും ഒന്നും പ്രാന്താണെന്ന്, പക്ഷെ പ്രാന്തൊന്നും അല്ല, അത് എല്ലാവരും ഇങ്ങനെ തന്നെ. ഹാ, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്നല്ലാണ്ട് എന്നാ ഞാൻ എന്റെ ഗേൾസിനോടൊക്കെ താങ്ക്സ് പറയാ. നിങ്ങളെല്ലാരും അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യം, ഇഫ് ദർ ഇസ് നോ മെൻ, ഒരാണും നിങ്ങളുടെ കൂടെ ഇല്ല എന്നാണെന്നുണ്ടെങ്കിലും വൺ വുമൺ, ഏതേലും ഒരു ഗേൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സത്യമല്ലേ?